മാങ്കുട്ടത്തെ നിയമസഭാ സമ്മേളനത്തിലേക്ക് എത്തിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കം നടക്കുകയാണ്. ഇടതു പ്രതിഷേധങ്ങളെ നേരിടുമെന്ന് KPCC അധ്യക്ഷൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. രാഹുലിനെതിരായ ലൈംഗികാരോപണങ്ങളിൽ വിശദമായ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നുണ്ട്. വ്യാജ ID കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. എന്താ അദ്ദേഹത്തിനുള്ള യോഗ്യത? ഞാൻ കൃത്യമായി പറയാം. മുകേഷിന് പങ്കെടുക്കാൻ രാഹുലിന് പങ്കെടുക്കുന്നതിന് നേരിടേണ്ട രീതിയിൽ നേരിടും. രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കും. തിരഞ്ഞെടുപ്പ് കാലത്ത് വരുന്ന കഴമ്പില്ലാത്ത ആരോപണങ്ങളാണെന്ന് പറഞ്ഞ് വിഷയം ലഘൂകരിക്കുകയാണ് UDF-ഉം. എല്ലാവർക്കും നീതി ഒരുപോലാണ്. അദ്ദേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും കേസ് വല്ലതും എടുത്തോ? കേസൊന്നും എടുത്തില്ലല്ലോ. അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്ന അവസരത്തിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതേസമയം രാഹുലിനെതിരായ ആരോപണങ്ങൾ UDF-ന് മങ്ങലേൽപ്പിച്ചുവെന്ന് KPCC പ്രസിഡന്റ് മാതൃഭൂമി ന്യൂസിനോട് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. സംഘടനയുടെ ശക്തിയോടൊപ്പം തന്നെ നേതൃത്വത്തിൻ്റെ മികവ്, അവരുടെ ക്ലാരിറ്റി, അത് കോൺഗ്രസിൻ്റെ ഒരു മുതൽക്കൂട്ടായിരുന്നു. എല്ലാ നേതാക്കന്മാരെയും ഞാൻ പേര് പറയുന്നില്ല. എത്തരത്തിലെ ഒരു ആക്ഷേപം വരുമ്പോൾ അതിൻ്റേതായ ക്ഷീണമുണ്ട്. പക്ഷേ സഭയിലും പാലക്കാട്ടും സജീവമാക്കിയില്ലെങ്കിൽ രാഷ്ട്രീയമായി വലിയ തകർച്ചയുണ്ടാകുമെന്ന് നേതാക്കൾക്കറിയാം. അതുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തിട്ടും പിന്തുണയ്ക്കേണ്ടി വരുന്നത്. അതിനിടെ രാഹുലിനെതിരായ ലൈംഗിക ആരോപണങ്ങൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക സംഘം യോഗം ചേർന്ന് നടപടികൾക്ക് രൂപരേഖയുണ്ടാക്കി. നിലവിൽ ഇമെയിലായി പരാതി നൽകിയവരിൽ നിന്ന് നേരിട്ട് ആരോപണങ്ങൾ എഴുതി വാങ്ങിക്കും. ഗർഭചിത്ര ആരോപണം ഉന്നയിച്ച യുവതിയിൽ നിന്നുകൂടി പരാതി നേരിട്ട് വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. കൂടുതൽ പേർക്ക് പരാതിയുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കും. അതേസമയം വ്യാജ ID കാർഡ് കേസിൽ നോട്ടീസ് നൽകിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ ഹാജരായിട്ടില്ല. ചോദ്യം ചെയ്യലിനായി രാഹുലിന് നേരിട്ട് നോട്ടീസ് നൽകാനാണ് ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ ഏതു ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്താലും തടയുമെന്ന നിലപാടിലാണ് BJP-യും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.